ശ്രീ സായിനാഥന് നമസ്കാരം. അധ്യായം 30. വാണിയിൽ നിന്നും കാക്കാജി വൈദ്യൻ. 2. മുംബൈയിൽ നിന്നും രാംലാൽ പഞ്ചാബി. മുഖപുര. ദയാമൂർത്തിയും ഭക്തന്മാരുടെ സ്നേഹിതനും കരുണാമയനുമായ സായിബാബയെ തല കുമ്പിട്ട് വന്ദിക്കുവിൻ. ബാബ വെറും കാഴ്ച കൊണ്ട് സംസാരമാകുന്ന ഭയത്തെയും കഷ്ടതകളെയും ഇല്ലാതാക്കുന്നു. ആദ്യം ബാബ നിർഗുണൻ അരൂപിയായിരുന്നു. പക്ഷേ ഭക്തന്മാരുടെ സേവ കാരണം സായി രൂപിയാകേണ്ടി വന്നു. ഭക്തന്മാരെ വിടുവിക്കുകയും ആത്മബോധം ഉണർത്തുന്നതും സന്യാസിമാരുടെ പ്രവൃത്തിയാണ്. സായി അതിൻ്റെ തലവനായതിനാൽ ആ പ്രയത്നം ഒഴിവാക്കാൻ സാധ്യമല്ലായിരുന്നു. ആരെങ്കിലും പാപനിവൃത്തിക്കായി ബാബയുടെ പാദങ്ങൾ ശരണമടഞ്ഞാൽ ബാബ തീർച്ചയായും അവരുടെ പാപങ്ങളെ നശിപ്പിക്കുകയും അവർക്ക് ഉന്നതി വരുത്തുകയും ചെയ്യും. ബാബയുടെ പാദങ്ങളെ ഓർത്ത് പുണ്യസ്ഥലങ്ങളിൽ നിന്നും ബ്രാഹ്മണർ വന്ന് സായിയുടെ മുന്നിൽ വേദങ്ങൾ വായിക്കുകയും ഗായത്രി മന്ത്രം ജപിക്കുകയും ചെയ്യുന്നു. ഭക്തിയുടെ മാഹാത്മ്യം നമുക്കറിയില്ല. നമുക്ക് ഒന്നറിയാം, ആര് നമ്മെ കൈവിട്ടാലും സായിബാബ നമ്മെ കൈവിടില്ല. അദ്ദേഹത്തിൻ്റെ ഇഷ്ടഭക്തന്മാർക്ക് വളരെയധികം ശക്തിയും യാഥാർത്ഥ്യമായതും അല്ലാത്തതും വേർതിരിച്ചറിയുവാനുള്ള കഴിവും ബുദ്ധിയും കൊടുക്കും. സായിക്കറിയാം സായിയുടെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ നിറവേറ്റേണ്ടത് എങ്ങനെയാണെന്ന്. അതുകൊണ്ട് അവർക്ക് വേണ്ടത് കിട്ടുകയും നന്ദിയുള്ളവരായി തീരുകയും ചെയ്യുന്നു. അതിനാൽ നമ്മൾ ബാബയെ സ്നേഹിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ തെറ്റുകളെയെല്ലാം മറന്ന് ബാബ നമ്മളെ ചിന്തകളിൽ നിന്ന് അകറ്റുന്നു. ആരെല്ലാം കഷ്ടതകളിൽ നിന്ന് തെളിഞ്ഞു വരുന്നുവോ അവർ സായിബാബയെ ഓർമ്മിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവർക്ക് ബാബയുടെ കരുണയാൽ മനസ്സിന് ശാന്തത കിട്ടുന്നു. സായി ഒരു കരുണാസാഗരം എന്ന് ഹേമന്ത് പന്ത് പറയുന്നു. ബാബയുടെ കാരുണ്യത്തിന്റെ മഹിമയാണ് ഈ സായി സച്ചരിതം. അല്ലെങ്കിൽ ഈ പണി ഏറ്റെടുക്കുവാൻ എത്ര ത്രാണിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. സായി എല്ലാ ചുമതലകളെയും ഏറ്റെടുത്തു. അതിനാൽ ഹേമന്ത് പന്ത് ഏതൊരു ബുദ്ധിമുട്ടും അറിഞ്ഞില്ല. മാത്രമല്ല കൂട്ടാക്കിയതുമില്ല. ശക്തിയായ ബുദ്ധി വെളിച്ചം അദ്ദേഹത്തിന്റെ സംസാരത്തെ തുണ്ടുവാനും തൂവലും ഉള്ളപ്പോൾ എന്തിന് അദ്ദേഹത്തിന് സംശയമോ ചിന്തയോ വരുന്നത്? സായിക്ക് ഈ പുസ്തകം വഴി ശുശ്രൂഷ ലഭിച്ചു. അത് ഹേമന്ത് പന്ത് കൂട്ടിവെച്ചിരുന്ന കഴിഞ്ഞ ജന്മാന്തര പുണ്യഫലമാണ്. അതുകൊണ്ട് അദ്ദേഹം ഭാഗ്യവാനും ആശീർവദിച്ചവനുമാണെന്ന് കരുതുന്നു. താഴെ പറയുന്നത് ഒരു കഥ മാത്രമല്ല, അമൃതമാണ്. അത് കുടിക്കുന്നവർക്കറിയും സായിയുടെ മഹാത്മ്യം, സർവവ്യാപ്തം എന്നിവ. ആരെങ്കിലും അതിനെ ദൂഷിക്കുകയോ സംവാദം ചെയ്യുകയോ ആണെങ്കിൽ അതവർക്ക് ഉചിതമല്ല. ഇവിടെ എന്താണ് വേണ്ടതെന്നാൽ പരീക്ഷയല്ല, അളവറ്റ സ്നേഹവും ഭക്തിയുമാണ്. അറിവുള്ള ഭക്തന്മാർ വിശ്വസ്തനല്ലെങ്കിൽ ആരെല്ലാം സന്യാസിമാർക്ക് ഉപകാരമായി കരുതുന്നുവോ അവർ ഈ കഥകളെ സ്തുതിക്കും. മറ്റുള്ളവർ കെട്ടുകഥകളായോ കള്ളമായതായോ കരുതും. സായി ലീലകളെ ഭക്തന്മാരായ സായി ഭക്തന്മാർക്ക് കൽപ്പതരു ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്ന വൃക്ഷം ആയി കരുതും. അമൃതമാകുന്ന സായി ലീലയെ ആർത്തിയോടെ കുടിക്കുന്നവർ അറിയാൻ പാടില്ലാത്ത ജീവജാലങ്ങളെ വിടുവിക്കും. വീട്ടിലുള്ളവർക്ക് തൃപ്തിയും പിന്നെ എതിർ നോക്കുന്നവർക്ക് സാധനയും കൊടുക്കും. നാം ഇപ്പോൾ ഈ അധ്യായത്തിലെ കഥയിലേക്ക് വരുന്നു. കാക്കാജി വൈദ്യ. നാസിക് ജില്ലയിൽ വാണി എന്ന സ്ഥലത്ത് കാക്കാജി വൈദ്യ വസിച്ചിരുന്നു. സപ്തഗിരി ദേവിയെ പൂജിക്കുന്ന പുരോഹിതനായിരുന്നു. ചീത്ത പരിസ്ഥിതികളെയും ആപത്തുകളെയും കാക്കാജിയുടെ മനസ്സിനെ ശാന്തതയില്ലാതാക്കി തീർത്തിരുന്നു. അങ്ങനെയുള്ള പരിതസ്ഥിതിയിൽ ഒരു ദിവസം വൈകുന്നേരം അദ്ദേഹം ദേവിയുടെ അമ്പലത്തിൽ ചെന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചു. ആ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാനായി ദേവിയുടെ ആദരവ് നേടി. ദേവിക്ക് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ തൃപ്തി വന്നു, സന്തോഷിച്ചു. അന്ന് രാത്രി സ്വപ്നത്തിൽ കാഴ്ചയെ ഇങ്ങനെ പറഞ്ഞു: നീ ബാബയുടെ അടുത്ത് ചെല്ലുക, എന്നാൽ നിന്റെ മനസ്സിന് ശാന്തത ലഭിക്കും. കാക്കാജിക്ക് ആരാണ് ഈ ബാബ എന്നറിയാൻ കൊതിയായി. പക്ഷേ അതിനുത്തരം കിട്ടുന്നതിന് മുമ്പ് അദ്ദേഹം ഉണർന്നു. പിന്നീട് അദ്ദേഹം ആരാണ് ഈ ബാബ എന്ന് ആലോചിക്കാൻ തുടങ്ങി. എന്തെന്നാൽ ദേവിയുടെ ആജ്ഞയായിരുന്നു അത്. കുറേ നേരം ആലോചിച്ച ശേഷം ഈ ബാബ
ത്രയംബകേശ്വരൻ ശിവൻ ആയിരിക്കുമെന്ന് തീരുമാനിച്ചു. അതിനാൽ അദ്ദേഹം നാസിക് ജില്ലയിലുള്ള ത്രികമ്പയിലേക്ക് ചെന്നു. അവിടെ 10 ദിവസം താമസിച്ചു. ആ സമയത്ത് അദ്ദേഹം അതിരാവിലെ ഉണർന്നു കുളിച്ച് രുദ്രൻ ചൊല്ലി വന്ന് വിഗ്രഹത്തിന് അഭിഷേകം ചെയ്ത് വേറെ ചില ആത്മീയ കാര്യങ്ങളും ചെയ്തു. എന്നിട്ട് പഴയ മാതിരി ശാന്തത കിട്ടിയില്ല. പിന്നെ തൻ്റെ സ്ഥലത്തേക്ക് തിരിച്ചു വന്നു. ദേവിയെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. ഒരു ചെറിയ വ്യത്യാസം കൂടിയില്ല. ആരെങ്കിലും അവൻ്റെ ഇഷ്ടത്തിന് ചെന്ന് സന്യാസിയെ കാണണം എന്ന് വിചാരിച്ചാൽ അത് തന്നെത്താൻ പുകഴ്ത്തലാണ്. സന്യാസി വിചാരിക്കാതെ ആർക്കും പോയി കാണാൻ സാധ്യമല്ല. മരത്തിലുള്ള ഇല കൂടി അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ അനങ്ങുകയില്ല. എത്രത്തോളം ഒരു ഭക്തൻ അവനിൽ വിശ്വസിക്കുന്നുവോ അത്ര വേഗം അദ്ദേഹത്തിന്റെ അനുഗ്രഹവും ലഭിക്കും. ഏതൊരുവൻ ആരെങ്കിലും ഒരു യാത്രയ്ക്ക് ക്ഷണിക്കുന്നുവോ അവൻ സ്വീകരണത്തിനുള്ള ഏർപ്പാടുകളും ചെയ്യുന്നു. കാക്കാജിക്ക് അത് നടന്നു.